നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നപ്പോൾ 207 സീറ്റുകൾ നേടി 2/3 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നപ്പോൾ ഇരിപ്പുറയ്ക്കാത്ത ഒരു കൂട്ടരുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ അയൽപക്കത്തെ രാജ്യമായ ബംഗ്ലാദേശാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ബി.ജെ.പി. അനധികൃതമായ കുടിയേറ്റത്തിന് എതിരാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ നിന്നും കോടിക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ ഇത്രയും വർഷക്കാലം കൊണ്ട് പശ്ചിമ ബംഗാൾ വഴിയും മറ്റ് ചില സംസ്ഥാനങ്ങൾ വഴിയുമൊക്കെ ഇന്ത്യയിലേക്ക് കടന്നിട്ടുള്ളത്. ആ കുടിയേറ്റ പ്രശ്നങ്ങൾ ഇപ്പോൾ അസം പോലെയുള്ള സംസ്ഥാനങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളെ, ബംഗ്ലാദേശികളെ, രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവരെ പിടികൂടി നാട് കടത്തുകയാണ്. ഇങ്ങനെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇങ്ങനെ സംസ്ഥാനത്തിനകത്ത് ഇനിയും താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ, വിദേശീയരായ ബംഗ്ലാദേശികളുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കണ്ടുപിടിച്ച് രാഖ്യരാമാനം നാട് കടത്തുമെന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവന. ഏതാണ്ട് 2800ഓളം വരുന്ന ഇത്തരത്തിലുള്ള അഭയാർത്ഥികളെ ഇന്ത്യ അതിർത്തിയിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. ഇവരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇവരുടെ പൗരത്വം പരിശോധിച്ച് ബംഗ്ലാദേശ് അവരുടെ അതിർത്തിക്കകത്തേക്ക് പ്രവേശിപ്പിക്കണം. ഇതിപ്പോഴും മുടങ്ങിക്കിടക്കുകയാണ്. 2800ഓളം അഭയാർത്ഥികളുടെ അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചുവിട്ട, ഇന്ത്യ നാടുകടത്തിയ ബംഗ്ലാദേശികളുടെ പൗരത്വം ഇനിയും പരിശോധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ത്യക്കകത്ത് ഇന്ത്യൻ നിയമം അനുസരിച്ച് അനധികൃതമായി ഏതെങ്കിലും വിദേശി താമസിച്ചാൽ അയാളെ പിടികൂടി നാട് കടത്തും. അത് ഇന്ത്യയിലെ നിയമമാണ്. ബംഗ്ലാദേശ് പൗരന്മാർ അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അവരെ പിടികൂടി തീർച്ചയായും നാട് കടത്തും. അവരെ സ്വീകരിക്കാൻ ബംഗ്ലാദേശ് ഒരുക്കം കാട്ടണം. മാത്രമല്ല, ബംഗ്ലാദേശ് ഈ ഒരു നാട് കടത്തലിനോട് സഹകരിക്കുകയും വേണം എന്ന് ശക്തമായ ഭാഷയിൽ ഇന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവന വന്നയുടൻ തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഈ പ്രസ്താവനയിന്മേലുള്ള അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പുറന്തള്ളുന്ന ആളുകൾ അങ്ങനെ ബംഗ്ലാദേശികളൊന്നുമല്ല, അതിൽ പലരും ഇന്ത്യക്കാരാണ് എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾ പൗരത്വം പരിശോധിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. ഇനിയും ഇങ്ങനെ പൗരന്മാരെ പുറന്തള്ളിയാൽ അത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല, ഞങ്ങൾ അവരെ സ്വീകരിക്കില്ല എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. അസമിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഉയർത്തിയത്. ഈ പ്രതിഷേധത്തിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അങ്ങനെ ആർക്കും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന് ഇവിടുത്തെ പൗരന്മാർക്ക് ലഭിക്കുന്ന ഈ പറയുന്ന പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇവിടുത്തെ പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇതെല്ലാം വാങ്ങി ഇവിടെ ഇങ്ങനെ അനധികൃതമായി താമസിക്കാൻ കഴിയില്ല. അവരെ പിടികൂടി നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് നാട് കടത്തുക തന്നെ ചെയ്യും. ബംഗ്ലാദേശ് ഇതിനോട് സഹകരിച്ച് മതിയാകൂ എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പ്രതിഷേധത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും ബി.ജെ.പി. മന്ത്രിസഭയായിരിക്കും അവിടെ അധികാരത്തിൽ വരുന്നത്. 2/3 ഭൂരിപക്ഷമാണ് ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പിൽ അവിടെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ ഇതുവരെ മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങൾ ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ലഭിക്കില്ല. അനധികൃത കുടിയേറ്റക്കാരെല്ലാം തന്നെ പെട്ടിയും പ്രമാണവും എടുത്ത് നാട് വിടേണ്ടി വരും. ഇപ്പോൾ തന്നെ അങ്ങനെ ഒട്ടനവധി ആളുകൾ ബംഗാളിൻ്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. SIR സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എത്ര പേരാണ് ഇങ്ങനെ പെട്ടിയും കിടക്കയും എടുത്ത് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ തന്നെ അനധികൃതമായി പശ്ചിമ ബംഗാളിൽ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശികൾ, വിദേശികൾ നാടുവിടുന്നത് നമ്മൾ കണ്ടു. ഇനിയും അവിടെ പലരും അവശേഷിക്കുന്നുണ്ട്. അവരെ അല്ലെങ്കിൽ അത്തരം ആൾക്കാരെ മമതാ ബാനർജിയുടെ സർക്കാർ സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു. ഇവരെ അനധികൃതമായി അതിർത്തി കടന്നു വരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. അവർക്ക് എല്ലാവിധ സഹായവും നൽകുകയായിരുന്നു. വോട്ട് ബാങ്ക് മാത്രമായിരുന്നു മമതയുടെ ലക്ഷ്യം. രാജ്യത്തിൻ്റെ സുരക്ഷയോ അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന അപകടകരമായ
ദുഃഖകരമായ ജനസംഖ്യാ മാറ്റമോ ഒന്നും ആ സർക്കാർ കണക്കിലെടുത്തില്ല. കേന്ദ്ര സർക്കാർ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാർലമെന്റിൽ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബംഗാൾ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കണം, അങ്ങനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, അതിന് വേലി കെട്ടാൻ ആവശ്യമായ സ്ഥലം സുരക്ഷാ സേനയ്ക്ക് കൈമാറണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും മമത അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മമത. BJP അവിടെ അധികാരത്തിൽ വരുന്നു. രാജ്യസുരക്ഷയിൽ BJP വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള സർക്കാരിനുണ്ടായിരുന്ന സമീപനം അത് ഈ അനധികൃത കുടിയേറ്റക്കാരോട് പുതിയ സർക്കാർ കാണിക്കില്ല. കൂട്ടമായി പൊക്കിയെടുത്ത് അതിർത്തിക്ക് അപ്പുറത്തേക്ക് എറിയും എന്ന് ബംഗ്ലാദേശിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അതിന് തക്കതായ മറുപടി ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകി കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ് നേരത്തെ തന്നെ ഇന്ത്യയുമായി ഉടക്കിലായിരുന്ന ഒരു രാജ്യമായിരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാർ അവിടെ നിന്ന് പുറത്തായതോടുകൂടി അവിടെ നിലവിൽ വന്ന ഇടക്കാല സർക്കാർ ഇന്ത്യയുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് രാഷ്ട്രീയ അഭയം തേടിയത്. ഷെയ്ഖ് ഹസീനയെ അവർക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ വലിയ പ്രതിഷേധം ഉയർത്തിയത്. എന്നാൽ അവിടുത്തെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി ഇന്ത്യയും ബംഗ്ലാദേശിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നു. നിരപരാധികളായ ഹിന്ദുക്കളെയും മറ്റ് മതന്യൂനപക്ഷങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന സർക്കാർ കശാപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഒടുവിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ അവിടുത്തെ ജനങ്ങൾ മാറ്റി നിർത്തി. പകരം താരിഖ് അൻവർ പ്രധാനമന്ത്രിയായി. താരിഖ് അൻവർ പ്രധാനമന്ത്രിയായതിനു ശേഷം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ സംഘർഷത്തിൻ്റെ പാതയിലല്ല, സമവായത്തിൻ്റെ പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റം, ഈ വിഷയങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും വീണ്ടും തെറ്റിപ്പിരിയുകയാണോ എന്ന് സംശയമാവുകയാണ്. അതായത് അനധികൃതമായി രാജ്യത്ത് താമസിച്ചിരുന്ന ബംഗ്ലാദേശി പൗരന്മാരെ നാടുകടത്തിയപ്പോൾ അതിൽ പ്രതിഷേധവുമായി ബംഗ്ലാദേശ് എത്തിയിരിക്കുകയാണ്. ആ പ്രതിഷേധം കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഇത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്, അതിനോട് സഹകരിച്ചേ കഴിയൂ എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇപ്പോൾ വ്യക്തമായി ബംഗ്ലാദേശിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റം അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിനി ആരുമായിട്ടുമുള്ള നയതന്ത്ര ബന്ധം അവസാനിച്ചാലും ഇല്ലെങ്കിലും അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുകയാണ്. സംസ്ഥാനത്തും BJP മന്ത്രിസഭ വരുന്നതോടുകൂടി അനധികൃത കുടിയേറ്റക്കാരുടെ കഷ്ടകാലം ആരംഭിക്കുമെന്ന് ഉറപ്പാണ്. ബംഗ്ലാദേശിന് ഇനി പ്രതിഷേധിക്കാതെ അവരെ സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല.